വിനോദിന്റെ സിസ്റ്ററിനെ ആസിഡ് കുടിച്ച് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഈശ്വര, ആസിഡോ? അത് വിനോദിന്റെ പെങ്ങൾ വിനീതയുടെ ഭർത്താവും വീട്ടുകാരുവാ. ഞങ്ങളെ പിന്തുടർന്ന് വന്നതല്ലേ? അയ്യോ, അങ്ങനൊന്നും അല്ല. ഞാൻ എന്തിനാ നിങ്ങളെ സംശയിക്കുന്നേ? അല്ല ചേച്ചി, കുറച്ചു നാളായിട്ട് ഞങ്ങൾ പറയുന്ന ഒന്നും വിശ്വാസം വരുന്നില്ല. വെറുതെ എല്ലാവരുടെ മുന്നില് ഞാൻ അനിയനെ പോലെയാ, സ്വന്തം അനിയനാ എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ ചുമ്മാ പറയുന്നതാ. അങ്ങനെ എന്നെ ശരിക്കും അനിയനെ കണ്ടിരുന്നെങ്കിൽ ചേച്ചി ഇങ്ങനെ സംശയിക്കില്ലായിരുന്നു. എന്താ കിരൺ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. നീ ശരിക്കും എന്റെ അനിയൻ തന്നെയാ. ഞാൻ അങ്ങനെ മാത്രമേ നിന്നെ കണ്ടിട്ടുള്ളൂ. ഇല്ല ചേച്ചി, എന്റെ സ്ഥാനത്ത് പൃഥ്വിയായിരുന്നെങ്കിൽ ചേച്ചി ഇങ്ങനെയൊന്നും ഒരിക്കലും സംശയിക്കില്ലായിരുന്നു. കിരൺ അഭിനയിച്ച് തള്ളുവാണല്ലോ. ഒരുപക്ഷെ എന്റെ അച്ഛനെ അംഗീകരിച്ചില്ലെങ്കിലും എന്നെ സ്നേഹിക്കാൻ എനിക്കൊരു ചേച്ചി ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞ അതിപ്പോ ഇല്ല. അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ചേച്ചിയും എന്നെ സംശയത്തോടെ അന്യനായ ഒരാളെ പോലെയാണ് കാണുന്നതെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. സാരമില്ല, പോട്ടെ. ഇതൊന്നും എനിക്ക് പുതുമയുള്ള കാര്യമല്ലല്ലോ. ഓർമ്മ വെച്ചപ്പോ തൊട്ടേ ഞാനൊരു അനാഥനല്ലേ. കിരൺ, സാരമില്ല, ഞാനിതൊക്കെ അനുഭവിക്കേണ്ടതും തന്നെയാ. എന്താ കിരൺ നീ പറയുന്നേ? നിനക്കറിയില്ലെങ്കിലും എന്നും എപ്പോഴും നിനക്ക് ഞാനുണ്ടാവും. ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും നിന്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല. ശരി ചേച്ചി, ഞാൻ ചേച്ചിയെ വിശ്വസിക്കുക. നമുക്കെന്ന് ഇറങ്ങാം. നിങ്ങൾ ഇറങ്ങിക്കോ. എനിക്കിവിടുത്തെ ഡോക്ടറെ കണ്ട് സ്റ്റാഫിന്റെ അമ്മയുടെ കാര്യം ഒന്ന് സംസാരിച്ചിട്ട് വേണം ഇറങ്ങാൻ. ശരി ചേച്ചി. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ ചേച്ചി? ശരി ചേച്ചി. പാവം കിരൺ, അവരെ സംശയിക്കണ്ടായിരുന്നു. അവര് പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിറങ്ങാം. ഞാൻ നുണ പറഞ്ഞതാണെന്ന് അറിഞ്ഞ കിരണ് പിന്നെയും അത് വിഷമാവും. എന്റെ ദേവിയെ, എന്തൊരു ആക്ടിംഗ് ആയിരുന്നു. ചേച്ചിയോട് എന്തെങ്കിലും സംസാരിച്ച് നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന് ഉറപ്പിച്ചിട്ട് വരുമെന്ന് കരുതിയപ്പോ ചേച്ചിയെ കരയിക്കുന്ന ലെവലില് പെർഫോം ചെയ്തല്ലോ. തന്റെ അടുത്ത് ഇനി സൂക്ഷിച്ചു വേണം നിൽക്കാൻ. എന്താണ് അഭിനയിക്കുന്നത്, എന്താണ് സത്യം എന്നുള്ളത് അറിയാൻ പറ്റില്ലല്ലോ. അമ്മാതിരി പെർഫോമൻസ് അല്ലേ. അഭിനയ സിംഗം തന്നെ. ഇതൊക്കെ എന്ത്? ഇതുപോലെ പല കഴിവുകൾ എനിക്കുണ്ട്. ആവശ്യമുള്ളപ്പോ ഞാനത് കാണിച്ചു തരാം. ഇനി ചേച്ചി നമ്മളെ സംശയിക്കും തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല, ഇനി നമ്മളെ സംശയിക്കാൻ ഒരു ചാൻസും ഇല്ല. നമുക്കതുപോലെ മതിയേ. വാ. മോളെ വിനീത, അയ്യോ മോളെ മോളെ. എന്താ എന്തു പറ്റിയതാ? ആസിഡ് കുടിച്ചതാ ഡോക്ടർ. വേഗം ഐസിയിലോട്ട് കയറ്റ. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി.
കിരൺ ആ. ദേ നമ്മുടെ വിനോദല്ലേ ഇത്? ആ വിനോദേ, എന്താ എന്ത് പറ്റി? എന്റെ അനിയത്തി ഇവിടെ അഡ്മിറ്റ് ആണ്. അയ്യോ, അവളെ ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞു. എന്തു പറ്റിയതാ? നോക്കണം, ഞാനൊന്ന് കാണട്ടെ അവളെ. ചെല്ല്. അല്ല ഇപ്പൊ ഒരു ആംബുലൻസ് വരുന്ന കണ്ടായിരുന്നു, അതാണോ? വാ നോക്കാം. വാ. അയ്യോ അങ്കിളെ, മോനെ എന്താ എന്താ സംഭവിച്ചത്? എന്താ ഉണ്ടായത്? എടാ പ്രദീപ്, എന്താ പറ്റിയത്? പറയടാ. അവള് ആസിഡ് എടുത്ത് കഴിച്ചതാ. അയ്യോ, കിരൺ, അത് കണ്ടപ്പോ തന്നെ ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. വിനോദേ, വിനോദ് ഇങ്ങനെ വിഷമിക്കാതെ. വിനീതയ്ക്ക് ഒന്നും സംഭവിക്കില്ല. വിനോദേ, ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കുക. അല്ല നിങ്ങൾ പോയില്ലേ? നിങ്ങൾ എന്താ ഇതുവരെ പോവാത്തത്? ചേച്ചി പോവാൻ തുടങ്ങിയപ്പോഴാ വിനോദിനെ കണ്ടത്. വിനോദ് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാ. വിനോദിന്റെ സിസ്റ്ററിനെ ആസിഡ് കുടിച്ച് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഈശ്വര, ആസിഡോ? ആ അത് വിനോദിന്റെ പെങ്ങൾ വിനീതയുടെ ഭർത്താവും വീട്ടുകാരുവാ. വിനീതയുടെ ആൾക്കാര് എന്തായി ഡോക്ടർ? സോറി, വിനീത മരണപ്പെട്ടു.